നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുംഭമേളയെ കുറിച്ചാണ് കേട്ടോ. കേരളത്തിലും ഒരു കുംഭമേള അത് ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 16 തീയതി മുതൽ ഫെബ്രുവരി 3 തീയതി വരെ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു കുംഭമേളയൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്രാവശ്യം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മലയാളികളുടെ ഇടയിലാണ്, കേരളക്കരയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, എന്താണ് ശരിക്കും കുംഭമേള, എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഇന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ശരിക്കും പണ്ട് ഇത് നമ്മുടെ മനുഷ്യരുടെ, അതായത് എല്ലാവരുടെയും അഭിവൃദ്ധിക്ക്, അവരുടെ എല്ലാം ആ പാപങ്ങൾ ഒക്കെ മാറ്റിക്കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പണ്ട് പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവനാണ് ഈ ഒരു യാഗം നടത്തുന്നത് നിളയുടെ തീരത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സപ്ത നദികളും അതുപോലെയുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളും ഗംഗാനദിയുടെ നേതൃത്വത്തിലെ നിളയിലെ സംഗമിക്കുകയാണ്. അങ്ങനെയാണ് നിള ഭാരതപ്പുഴയായി മാറിയത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം, എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ഈ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യവും അതുപോലെ തന്നെ ദേവതമാരുടെയും ഋഷീശ്വരന്മാരുടെയും ഒക്കെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകും. ആ ഒരു വിശ്വാസം കൂടി ഉണ്ട്, ആ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മഹാമാഘ മഹോത്സവം എന്നാണ് പറയുക. എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇപ്രാവശ്യം അത് കുറച്ചും കൂടെ കേമമായിട്ട്, വിപുലമായിട്ട്, വലിയ രീതിയിൽ കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഐതിഹ്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഐതിഹ്യ കഥ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ഒക്കെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു ചെറിയ ഉണ്ണികൃഷ്ണനാണ്, നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഉണ്ണിയാണ് കേട്ടോ. ആ കൈകളും ആ കുഞ്ഞിക്കാലുകളൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു, നല്ല വണ്ണത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നെയ്തിയൊക്കെ കഴിച്ച് തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. അതെങ്ങനെ നിൽക്കുന്നതെന്ന് അറിയോ? ഗോവർദ്ധന ഗിരിധാരിയായിട്ടും. ഇടത്തെ കയ്യിൽ ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും. ഓടക്കുഴൽ വിളിച്ചുകൊണ്ടല്ല കേട്ടോ നിൽക്കുന്നത്, ഊതിക്കൊണ്ടല്ല, കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യത്തേതും അവസാനത്തേതും 3 രണ്ടറ്റത്തുള്ളത് തെച്ചി കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. മുഴുവനായിട്ട് തെച്ചിയിലായിരുന്നു. പിന്നെ നടുക്കുള്ളതിലെ കുറച്ച് നന്ദ്യാർവട്ടം ഉണ്ട്, പിന്നെ കുറച്ച് തുളസി ഉണ്ട്. അതായത് പച്ചയും വെള്ളയും കൂടിയിട്ടാണ് നടുക്കുള്ള തിരുമുടിമാല. പിന്നെ അതുകൂടാതെ 2 ഉണ്ടമാലയുണ്ട്. അതിൽ ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയും തുളസി ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയായിരുന്നു. കുറച്ച് തെച്ചി തുളസി, തെച്ചി തുളസി, അങ്ങനെ. പിന്നെ ഒരു തളിച്ചുരുണ്ട വേറൊരു ഉണ്ടമാലയുണ്ട്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. 3 പൂക്കളും ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുക. അതിന് നടുക്കാണ് ഈ ഗോവർദ്ധനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനായിട്ട്, ആ ഗോവർദ്ധനത്തിന് ചുവട്ടിൽ വന്ന് നിന്നുകൊള്ളൂ, ഞാൻ എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്, നെറ്റിയിലൊരു ഗോപീതിലകം ഉണ്ട്. ഇന്നലെ കാതുപൂക്കൾക്ക് പകരമായിട്ടും ഗോപീതിലകം തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല പുഞ്ചിരി, ഞാൻ പറയാറില്ല, ആ പുഞ്ചിരി കണ്ടാൽ തന്നെ എല്ലാവരുടെയും സങ്കടം മാറും. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ 3 മാലകളുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ 2 മാലയുണ്ട്. ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വേറൊരു ഗോപി തിലകം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടത്തെ കയ്യിലാണ് ഈ ഗോവർദ്ധനം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൈയൊക്കെ നല്ല വണ്ണത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. കൈയിൽ ഇങ്ങനെ വളകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല തെളിഞ്ഞിട്ട് ഇങ്ങനെ കാണാനുണ്ട്. ഈ ഭഗവാന്റെ ശിരസ് ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ട് അതേ ഉയരത്തിൽ തന്നെയാണ് ഈ ഗോവർദ്ധനവും ഭഗവാൻ എടുത്ത് ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വലത്തെ കയ്യിലും അതെ ഇതേപോലെ തോൾവളകളും കൈവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പൊന്നോടക്കുഴലിൽ പിടിച്ച് നിൽക്കുക. സാധാരണ നമ്മളിങ്ങനെ ചിത്രത്തിലൊക്കെ ഇങ്ങനെ ഓടക്കുഴലിൽ ഉതിർന്ന് ഉണ്ണിക്കണ്ണനല്ലേ, പക്ഷെ ഇന്നലെ ചുണ്ടോട് ചേർത്തിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പിടിച്ച് തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഭഗവാൻ. പിന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ തടിച്ചുരുണ്ടിട്ടുള്ള കുഞ്ഞി കാലുകളിലും കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം, ആ ഗോവർദ്ധന ഗിരിധാരിയായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഗോവർദ്ധനത്തിന് ചുവടെയായിട്ട് ഭഗവാൻ നമ്മളെല്ലാം സംരക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയുടെ അടുത്താണ് കേട്ടോ.
സുന്ദരനായിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല കസവിൻ്റെ തിളക്കമുള്ള ഉടയാടയായിരുന്നു. പിന്നെ കഴുത്തിൽ വലിയൊരു മാല ഇട്ടിട്ടുണ്ട്. ഈ വെള്ള കല്ലുകളൊക്കെ പതിപ്പിച്ച് നല്ല വീതിയിലൊരു മാലയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ മാല കഴുത്തിൽ കാണാറുണ്ട്. അത് ഇന്നലെയും അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു പ്രത്യേക അലങ്കാരമുണ്ട്. കമ്മലുകളാണത്. മഴത്തുള്ളി പോലെ ചുവന്ന മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കമ്മലുണ്ടല്ലോ, അത് ഈ മാലയ്ക്ക് ചുവടയായിട്ട് 2 സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അലങ്കാരം. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയുണ്ട്. 2 കാതുകളിലും വലിയ കമ്മലുകളായി കറുപ്പും വെളുപ്പും നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള വലിയ കമ്മലുകളുണ്ട്. അത് 2ഉം കാതിലിങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അലങ്കാരത്തിൻ്റെ മുകളിലാണ് കേട്ടോ, അതായത് ഈ കിരീടത്തിൻ്റെ മുകളിലാണ് ഈ അലങ്കാരങ്ങളൊക്കെ വരുന്നത്. കിരീടം തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഈ പച്ച കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു മാല കൊണ്ടൊരു അലങ്കാരം. പിന്നെ തട്ടുകളായിട്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ട്. ഓരോ തട്ടിന് മുകളിലായിട്ടും ഓരോ മാലകളൊക്കെ വെച്ചിട്ട്, ചുവന്ന കല്ലുള്ള മാലകളൊക്കെ വെച്ചിട്ട്, അങ്ങനെ ഒരു കുറഞ്ഞിട്ടാണല്ലോ വരിക അതിൻ്റെ വലിപ്പം. അവിടെയൊക്കെ അലങ്കാരങ്ങൾ വെച്ചിട്ട് ഏറ്റവും മുകളിൽ ഒരു സ്വർണ്ണ പൊട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിരീടം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അലങ്കാരത്തോട് കൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകുക കേട്ടോ. ചുവന്ന തരത്തിലാണ് ഭഗവതി അമ്മയുടെ ഉടയാട. ചുവന്ന പട്ടാണ്, നിറയെ ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കഴുത്തിലെ നിറയെ വെള്ള കല്ല് പതിപ്പിച്ചിട്ട് ഒരു ചെറിയ മാലയാണ്, നിറയെ വെള്ളക്കല്ലുകൾ, അതിന് നടുക്കായിട്ട് ഒരു ചുവന്ന കല്ല്. അങ്ങനെയായിരുന്നു കഴുത്തിൽ മാലയായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കാതുകളിൽ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടുമുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ അത് ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകളുണ്ടല്ലോ, സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ നിറയെ ഇങ്ങനെ വെച്ചിട്ട് നടുവിൽ മാത്രം ഒരു സ്വർണ്ണ പൂവ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതാണ് കിരീടം. അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ കിരീടം അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ അലങ്കാരത്തോട് കൂടിയിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്ന ഭഗവതി അമ്മ തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നതേ അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ. അയ്യപ്പൻ നല്ല സുന്ദരനായിട്ടാണ് ആഭരണങ്ങളൊക്കെ ധാരാളം അണിഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ ഈ അരയിൽ ചെറുതായിട്ടൊരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അധികം വീതിയിലൊന്നും അല്ല, എന്നാലും ചെറുതായിട്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാല എന്ന് പറയുന്നത് സ്വർണ്ണ പൂക്കൾ കൊണ്ടുള്ളൊരു മാലയായിരുന്നു. അതിങ്ങനെ ചാർത്തിയിരിക്കുകയല്ല കേട്ടോ, യഥാർത്ഥ മാലയാണ്. ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു മാല. പിന്നെ വേറെയും ഒരു നിറയെ ഇങ്ങനെ ഈ മാങ്ങമാല പോലെ നിറയെ അല്ലികളായിട്ടുള്ള ഒരു പ്രത്യേക കുറച്ച് വീതിയിലൊരു മാലയുണ്ട്. പിന്നെ കഴുത്തിൽ ഒരു സ്വർണ്ണപ്പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണപ്പൊട്ട്, നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൊട്ട്. നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയ്യപ്പൻ ഇരിക്കുന്നത്. അത് ഒരുപാട് ചിരിയല്ല, നല്ല കുഞ്ഞു ചിരിയല്ല, നല്ല സന്തോഷത്തോടെ. നമ്മളൊരാളെ കാണുമ്പോൾ നല്ല സന്തോഷത്തോടെ നമ്മളെ നോക്കില്ലേ, അതേപോലെ നന്നായിട്ട് ആ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇങ്ങനെ വായ തുറന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. പിന്നെ ശിരസിൽ അയ്യപ്പൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. ഒരു സ്വർണ്ണ നിറത്തിലൊരു കിരീടം ഉണ്ട് അയ്യപ്പനെ, അങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ ആ ഒരു ശിലയുണ്ടല്ലോ, അതിന് മുകളിൽ, കിരീടത്തിന് മുകളിലാണ് കേട്ടോ അവിടെ ഒരു മാല അണിഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നല്ലേ. അതായത് ആ ദേഹത്തിനും പുറത്തായിട്ട് ആ ശിലയിലാണ് അത് കാണുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ മൂലവിഗ്രഹം ഉണ്ടല്ലോ അതിന് മുകളിലായിട്ടാണ് ആ ഒരു മാല കാണുന്നുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പൻ്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് കുംഭമേളയെ കുറിച്ച് പറയാം കേട്ടോ. ഈ ജനുവരി 16 മുതൽ ഫെബ്രുവരി 3-ാം തീയതിയുള്ള ആ ദിവസങ്ങളിലായിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത്. മഹാമാഘ മഹോത്സവം എന്നാണ് അതിനെ പറയുന്നത്. ഇപ്രാവശ്യം അത് കുറച്ചും കൂടെ വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് ഇടയ്ക്ക് കമൻസിൽ കാണാറുണ്ട് കേട്ടോ, കുംഭമേളയ്ക്ക് പോകാറില്ലേ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് തന്നെ കരുതിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ കറുത്ത വാവ് കഴിഞ്ഞ സമയത്താണ് തുടങ്ങുക. ഇനി ഒരു വെളുത്ത വാവ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പിന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനും പ്രത്യേകതയുണ്ട്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അമൃതവർഷിണി എന്നാണ് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ, അതായത് ഈ പ്രത്യേക ദിവസങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അവിടെ ആ ഭാരതപ്പുഴയിലെ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഗംഗ ഭാരതപ്പുഴയിലൂടെ ഒഴുകും എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈ ഒരു സമയങ്ങളിൽ ഈ ഒരു കുംഭമേള അല്ലെങ്കിൽ മാഘ മഹോത്സവമൊക്കെ നടത്തപ്പെടുന്നത്. ഇതൊക്കെ അറിയാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്യാസിമാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. പണ്ടുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു, പണ്ട് കാലത്തുള്ളവർക്കൊക്കെ. പക്ഷെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതിനെ പറ്റിയൊക്കെ അറിയാവുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ അവർ ആ സമയത്ത് അവിടേക്ക് വരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗംഗയിൽ അല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ കുളിക്കുക, സ്നാനം ചെയ്യുക.
അതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഗംഗയിൽ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ ഗംഗാദേവിയുടെ സാന്നിധ്യം, ഗംഗ ഒഴുകുന്നാണല്ലോ പറഞ്ഞേ, അതേപോലെ തന്നെ അമൃതാണ് ചന്ദ്രൻ വർഷിക്കുന്നതും. അപ്പോൾ ആ ഒരു ജലത്തിൽ നമ്മൾ തീർത്ഥജലമാണ്, ആ പുണ്യജലമാണ്. അവിടെ നമ്മൾ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും നശിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ സന്യാസിമാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ അവിടെ യാഗങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ, പൊതുവേ യാഗങ്ങളൊക്കെ നടത്തുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു, അത് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് യാഗങ്ങൾ നടത്തുക. അപ്പോൾ അതൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കതിലൊക്കെ പങ്കുകൊള്ളാൻ കഴിഞ്ഞാൽ ഈ പുണ്യജലത്തിൽ പുണ്യതീർത്ഥത്തിൽ നമ്മൾ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമുക്കാണ് ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഔഷധവും കൂടിയാണ് അല്ലേ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷമായിട്ട് നടത്തുന്നത്. അപ്പോൾ എല്ലാ വർഷവും നടത്താറുണ്ട്. പക്ഷെ ഇപ്രാവശ്യമാണ് കുറച്ചും കൂടെ വിപുലമായിട്ട് കേരളത്തിലെ ഒരു മഹാകുംഭമേള എന്നുള്ള രീതിയിൽ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ, ഞാൻ പറഞ്ഞു സന്യാസിമാർ, അവർക്കൊക്കെയാണ് അറിയുക ഏതൊക്കെ സമയങ്ങളിലായിട്ടാണ് ഈ ഗംഗാ നദി ഈ ഭാരതപ്പുഴയിലൂടെ ഒഴുകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കരുതപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസങ്ങളിലായിട്ട് ഇത് വളരെ ആഘോഷമായിട്ട് നടത്തുന്നത്. പണ്ടുള്ളവർക്കും ഇത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്, എന്നാലും ഇപ്രാവശ്യമാണ് കുറച്ചും കൂടെ വിപുലമായിട്ട് നടത്തുന്നത്. പണ്ടുള്ളവർക്കും ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ മിഥുന മാസത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല മഴയാണല്ലോ, കിണറൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാണ് കിടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു വാവിന് പ്രത്യേകത ഉണ്ട്. ഇതേപോലെ അമൃതവർഷിണി എന്നാണ് പറയുക, അമൃതമാണ് വർഷിക്കുക. അപ്പോൾ അന്നത്തെ കാലത്തുള്ളവർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം, അവരത് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു? എന്നേരം വിളിച്ചാവുമ്പോൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് കുടിക്കും. ഇന്നത്തെ പോലത്തെ അടച്ചിട്ടിരിക്കുന്ന, അതായത് മൂടിയിട്ടിരിക്കുന്ന കിണറൊന്നുമല്ല കേട്ടോ. വെയിലും മഴയും ഒക്കെ കൊണ്ടുകൊണ്ട് ഈ നിലാവും എല്ലാം ഡയറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കിണറുകളാണ്, അടപ്പൊന്നുമില്ലാത്ത കിണറുകളാണ്. അപ്പോൾ ഈ ചന്ദ്രൻ അമൃതിനെയാണ് വർഷിക്കുക. ആ ഒരു സമയത്ത് ഈ വെള്ളം നേരം വെളിച്ചാകുമ്പോൾ തന്നെ അത് കോരി കുടിച്ച് കഴിഞ്ഞാൽ അമൃത് കുടിച്ചതിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ പണ്ടുള്ളവർക്കൊക്കെ ഇത് അറിയാമായിരുന്നു, ഇന്നത്തെ കാലത്ത് അറിയില്ല. അപ്പോൾ അത് എല്ലാവരെയും അറിയിക്കാനും കൂടെ വേണ്ടിയിട്ട്, എല്ലാവരും അത് പങ്കുകൊള്ളുവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും വിപുലമായിട്ട് ഇപ്പോൾ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ട് മഹാകുംഭമേള അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം എന്നുള്ള പേരിൽ നടക്കുന്നത് കേട്ടോ. ശരിക്കും ഗംഗാദേവിയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, പല സമയങ്ങളിലായിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ജലാശയങ്ങളിലും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് അറിയില്ല ഏത് സമയത്താണ് വരുന്നതെന്ന്. അങ്ങനെ അറിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കുളിച്ചാൽ മതി, ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അവർ മാത്രമാണ് ആ ഒരു സമയം കണ്ടെത്തുന്നതും ആ ഒരു സ്ഥലത്ത് ഒഴുകുന്നു കണ്ടെത്തുന്നതും എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും അത് വലിയൊരു ആഘോഷമായിട്ട് മാറുന്നതൊക്കെ. ഇതിന് പുറകിൽ ഒരു കഥ തന്നെ പറയാറുണ്ട് കേട്ടോ. ആലത്തൂർ നമ്പികൾ എന്ന് പറഞ്ഞിട്ട് അവർ വളരെ പ്രസിദ്ധരായിട്ടുള്ള വൈദ്യന്മാരാണ്, ആയുർവേദ വൈദ്യന്മാരാണ്. ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് ഈ കഥകളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏത് അസുഖമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും അതിന് മരുന്നുണ്ട്, അത് അസുഖം മാറ്റി തരും. അത്രയും കേമന്മാരായിട്ടുള്ള അത്രയും വലിയ വൈദ്യന്മാരാണ്. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് അശ്വിനി ദേവതകൾ വൈദ്യം പഠിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അവർ ദേവലോകത്തുള്ള വലിയ വൈദ്യന്മാരാണ്. അവർ ഇവരുടെ അടുത്തേക്ക്, ഈ നമ്പിയുടെ അടുത്തേക്ക് വരികയാണ് വൈദ്യം പഠിക്കാനായിട്ട്. അങ്ങനെ വന്നു മനസ്സിലാവുന്നൊന്നുമില്ല, അവിടെ തിരിച്ചറിയാത്ത രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. വലിയ ദേവതകളാണ്, ദേവലോകത്തുള്ളവരാണെന്നൊന്നും പറയാതെ കേട്ട് സാധാരണ ചെറിയ കുട്ടികളുടെ ആ ഒരു രൂപത്തിൽ, ആ ഒരു ഭാവത്തിലൊക്കെയാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് പഠിക്കുകയാണ്. പല പല കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിക്കണമല്ലോ, എല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് മനസ്സിലാക്കുക. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ചെന്നപ്പോൾ ഈ നമ്പിക്കും തോന്നി തുടങ്ങി, ഇവരങ്ങനെ സാധാരണ കുട്ടികളല്ല, ഇവർ പഠിക്കാൻ മാത്രമായിട്ട് വന്നിട്ടുള്ളവരല്ല, വേറെന്തൊക്കെയോ. അങ്ങനെ ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്കൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ കുറിച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാകുക. നമ്മുടെ മുന്നിലിരിക്കുന്നവരുടെ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കഴിവുകൾ ഇതൊക്കെ മനസ്സിലാകുന്നത് ഗുരുക്കന്മാർക്കൊക്കെയാണ്. അപ്പൊ ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല കേട്ടോ. പക്ഷെ ചോദിക്കാനൊന്നും നിന്നില്ല. അദ്ദേഹം സാധാരണ പോലെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ആയുർവേദത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് ഔഷധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ പലതരത്തിലുള്ള ഈ പച്ചമരുന്നുകൾ, ഇലകൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ചിലപ്പോൾ മരുന്നായിരിക്കും, ഔഷധമായിരിക്കും, നമുക്കത് മനസ്സിലാകില്ല. അപ്പോൾ ഇതൊക്കെ ഈ ആയുർവേദം പഠിക്കുന്നവർ അറിഞ്ഞിരിക്കണം.
അങ്ങനെ ഇവർ ഈ പാടത്ത് പറമ്പിൽ അവിടെയൊക്കെ പോയിട്ട് ഓരോ ചെടികൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ നമ്പിയും ഉണ്ടായിരിക്കും, ഈ ദേവതകളും ഉണ്ടായിരിക്കും. ഇവർ കുട്ടികളായിട്ടാണ് കേട്ടോ, എന്നാലും ഇവർ 2 പേരും 3 പേരും കൂടിയിട്ടാണ് പോകുക. അപ്പോൾ ഓരോരോ ചെടികളിലകളൊക്കെ കാണുമ്പോൾ ഒരേപോലെ ഉള്ളതുണ്ടായിരിക്കും. രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും, പക്ഷെ രണ്ടിൻ്റെയും ഗുണം വ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്ന് ഔഷധമാണെങ്കിൽ ഒന്ന് വിഷമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഒരു പ്രത്യേക ലക്ഷണം ഉണ്ടാവും തിരിച്ചറിയുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ കൃഷിയൊക്കെ നോക്കുന്ന സ്ഥലങ്ങളിൽ, കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ കനാല് പോലെയൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഏത് ജലസേചനത്തിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒഴുകുന്ന ജലാശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഓരത്തു കൂടിയാണ് ഇവർ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്തതെന്നറിയോ, ഇദ്ദേഹത്തിൻ്റെ അവരുടെ ഗുരുനാഥനെ, ആ വൈദ്യനെ, ആ നമ്പിയെ ആ ജലാശയത്തിലേക്ക് ഒറ്റ തള്ളു. അദ്ദേഹം വീണു. വീണിട്ട് നന്നായി ഒന്ന് മുങ്ങിയപ്പോൾ ഇദ്ദേഹം ഒന്ന് ഉയർന്നു വന്നപ്പോൾ ഈ കുട്ടികൾ തന്നെ ഇദ്ദേഹത്തെ പിടിച്ച് കരയ്ക്ക് കയറ്റിയിട്ടോ. എന്താ സംഭവിച്ചതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ചെയ്തത് നിങ്ങൾ എന്തിനാ എന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞേ, ഇപ്പോൾ ഇതിലൂടെ ഒഴുകുന്നത് ഗംഗയാണ് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുള്ളവരെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എടുത്ത വഴിക്ക് ചോദിച്ചു, നിങ്ങൾ ആരാണ്, സത്യം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അശ്വിനി ദേവതകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഈ കുട്ടികൾക്ക് അത് മനസ്സിലാവാൻ കാരണം അവർ ദേവലോകത്തുള്ളവരാണ്, അവർ ദേവതകളാണ്, അതുകൊണ്ടാണ് അതിലൂടെ ഒഴുകുന്നത് ഗംഗയാണ് എന്ന് അവർക്ക് മനസ്സിലായത്. വേഗം അദ്ദേഹത്തെ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് അദ്ദേഹത്തിനെ ആ ഒരു ഗംഗയിൽ അങ്ങോട്ട് മുക്കി അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു മുങ്ങലുണ്ടല്ലോ, ആ ഒരു സ്നാനത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഇപ്പം നടക്കാൻ പോകുന്ന ഭാരതപ്പുഴയിലെ ഈ സ്നാനം, ഇപ്പം നമ്മൾ മുൻപും കുംഭമേളയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവിടെയും സ്നാനത്തിനാണ് പ്രാധാന്യം. അത് പക്ഷേ ആ ഒരു നിലാവുള്ള അല്ലെങ്കിൽ ആ വെളുത്തവാവിൻ്റെ സമയത്താണ് നടക്കുക. ഇത് വെളുത്തവാവിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഇവിടെയും നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്നാനം, അമൃതിനെ വർഷിക്കുന്ന ആ ഒരു ചന്ദ്രൻ്റെ സാന്നിധ്യത്തിലെ ആ ഒരു സ്നാനത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത്. അങ്ങനെ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയിൽ, അതായത് ഗംഗയുടെ സാന്നിധ്യമുള്ള ഗംഗാദേവി ഒഴുകുന്ന ഭാരതപ്പുഴയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും നീങ്ങും, നമുക്ക് ഐശ്വര്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. എങ്ങനെ സന്യാസിമാർ അങ്ങനെയുള്ള എല്ലാവരും അവിടേക്ക് എത്തും. അവർ ഒപ്പം തന്നെ യാഗങ്ങൾ നടത്തും. ഇതെല്ലാം നമ്മുടെ ഭൂമിയുടെ, അതായത് എല്ലാ മനുഷ്യർക്കും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നമ്മളും അതിൽ പങ്കുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കും അത് അഭിവൃദ്ധിയാണ് ഉണ്ടാകുക, ഐശ്വര്യമാണ് ഉണ്ടാകുക, നന്മകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും അവിടേക്ക് മുങ്ങി കുളിക്കാനായിട്ട് വരുന്നു എന്നൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരുപാട് പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സന്യാസിമാർ യാഗങ്ങളെല്ലാം നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ അത് പങ്കുകൊള്ളാനായിട്ട് ഒരുപാട് പേര് വരുമ്പോൾ അവിടെ പിന്നെയും അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ കച്ചവടക്കാരൊക്കെ വരും. ഇങ്ങനെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്താണല്ലോ കച്ചവടത്തിനായിട്ട് അങ്ങനെയുള്ള ആളുകൾ വരും. അങ്ങനെ വേറെയും പലരും വരും. അങ്ങനെ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് അത് വലിയൊരു ഉത്സവമായിട്ട്, വലിയൊരു ആഘോഷമായിട്ട് തീരുന്നത്. അപ്പം അത്രയും വലിയൊരു ആഘോഷമാണ് ഇപ്പം നടക്കാനായിട്ട് പോകുന്നത്. ഭാരതപ്പുഴയുടെ തിരുനാവായയിലാണ് കേട്ടോ, ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധിക്കുന്നവർ, അതിനെ തൊട്ടടുത്തുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ സാധിക്കുന്നവരെല്ലാം പോകുക, കാണുക, പങ്കെടുക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് കുംഭമേള. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഈ മാഘമഹോത്സവം ഉണ്ടല്ലോ, അത് ആദ്യം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അദ്ദേഹത്തിൻ്റെ ആചാര്യത്വത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പെരുമാക്കന്മാർ, അതുപോലെ ഈ പെരുമ്പടപ്പ് സ്വരൂപം, വള്ളുവക്കോനാതിരി, പിന്നെ സാമൂതിരിപ്പാട്, അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി, അതായത് യാഗങ്ങൾ ഇതൊക്കെ നടത്തണം, ഓരോരോ രീതികൾ ഉണ്ടല്ലോ, അതിനൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഋഷീശ്വരന്മാരാണ്. അപ്പോൾ അതിനനുസരിച്ച് യാഗങ്ങൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക, അതിലൊക്കെ പങ്കുകൊണ്ട് കഴിഞ്ഞാൽ ആ ഒരു ശക്തി ഉണ്ടല്ലോ, ഈ യാഗങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ ലഭിക്കുന്ന ആ ഒരു ശക്തി, അതിൻ്റെയൊക്കെ ഒരു പ്രഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്കൊരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പല ദുഃഖങ്ങൾ, പല കാരണങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങൾ, അതിലേക്കൊക്കെയുള്ള ഒരു മരുന്ന്, അതൊരു അമൃത് പോലെയൊക്കെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതൊക്കെയാണ്, അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുക, അതൊക്കെയാണ് എല്ലാത്തിൻ്റെയും ആ പരമോന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യം. പണ്ടുള്ളവർക്ക് അതൊക്കെ അറിയായിരുന്നു, അവരൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് തലമുറയിൽ പലർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർ പറഞ്ഞു കൊടുത്താൽ അല്ല അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക, പങ്കെടുക്കണം എന്നുള്ളവരെ പങ്കെടുക്കുക. അപ്പോൾ തിരക്കിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ,
അന്ധവിശ്വാസമല്ല കേട്ടോ പറയുന്നത്. വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ആചാര അനുഷ്ഠാനങ്ങളെ അതിനൊക്കെ സംരക്ഷിക്കുക, എല്ലാത്തിലും നമുക്ക് അറിവുണ്ടായിരിക്കുക, അതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്, നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും അറിയാനായിട്ട് ശ്രമിക്കുക, അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് കേട്ടോ. എന്നിട്ട് അതിലൊക്കെ താല്പര്യമുള്ളവരെ പങ്കെടുക്കുക. അപ്പോൾ കുംഭമേളയൊക്കെ അതിൽ പങ്കെടുക്കുക, അതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ കുംഭമേളയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നാമജപം കൂടെ പറയാനായിട്ടുണ്ട്. 2 ദിവസമായിട്ട് നാമജപം ഒന്നും എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. 15,42,754 നാമങ്ങൾ. കുറേ ഉണ്ടല്ലേ, കുറേ നാമം ചൊല്ലിയിട്ടുണ്ട് എല്ലാവരും. അത്രയാണ് നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ കേട്ടോ. പിന്നെ കുഞ്ഞാവയുടെ അസുഖത്തെക്കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കുറവുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാലും വേഗം തന്നെ സുഖാവും തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനകൾ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയി വിശേഷങ്ങളും അതുപോലെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.